ആര് തിയേറ്ററിൽ നിന്ന് അത് തീരാതെ ഇറങ്ങി പോകരുത്. ഇൻഡസ്ട്രി മൊത്തം ഉണ്ട് ലോക. ചാപ്റ്റർ 1 ചന്ദ്ര പടത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ തന്നെ ആദ്യം പറയുവാണെങ്കിൽ ചന്ദ്രയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ മിത്ത് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും ഇതിനകത്ത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പടത്തിന്റെ പയനം എന്ന് പറയുകയാണെങ്കിൽ. ചന്ദ്രയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കല്യാണി പ്രദർശനം എനിക്ക് ഫേവറേറ്റ് ആണ്. ഇതൊരു സൂപ്പർ വുമൺ അല്ലേ? യെസ്, ശരിക്കും ഒരു സൂപ്പർ ഹീറോ തന്നെയാണല്ലേ ചന്ദ്ര. അത് അങ്ങനത്തെ ഒരാളെ കാസ്റ്റ് ചെയ്തത് നന്നായി. കാരണം അവര് ഇപ്പൊ നമുക്ക് അഭിനയം മാത്രമല്ല, അവര് ഒരു ലുക്ക് വേണം. എന്നാൽ പോലും ഞങ്ങൾ സ്പോയിലർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനിലും സ്പോയിലേഴ്സ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിനിമാറ്റോഗ്രാഫി ആയാലും ട്രാൻസിഷൻ എനിക്കാണെങ്കിൽ ഐസ് ക്യൂബ്സും പിന്നെ അവിടെ പൊടി വീഴുന്ന സമയത്ത് പിന്നെ ഒരു ചാത്തനുണ്ട് ഇതിനകത്ത്, ഒരു ചാത്തനുണ്ട് ഇതിനകത്ത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുകയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് അത് തീരാതെ ഇറങ്ങി പോകരുത്. ഇപ്പൊ തന്നെ പറയാം, ആരും തിയേറ്ററിൽ നിന്ന് ഒരു മെയിൻ കാസ്റ്റ് വന്ന് തീരും, അത് കഴിഞ്ഞിട്ട് കുറെ ലിസ്റ്റ് എഴുതി കാണിക്കും, അതിന് ശേഷവും ഉണ്ട്. അതിപ്പോ തന്നെ പറയാം, ഇറങ്ങി പോകരുത്. ഫുൾ തീർന്ന് ലേറ്റ് ഒക്കെ തിയേറ്റർ ആയിട്ടും ഇറങ്ങി പോകരുത്, തീർന്നിട്ട് ഇറങ്ങി പോകാം. റോട്ടിരുന്ന് കണ്ടു തീർക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ത്രില്ലും തന്നെ ഉണ്ടായിരുന്നു. അതാ തുടരും. സാൻഡി മാസ്റ്റർ കിണ്ണമായിട്ട് അതിനകത്ത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആക്ടിങ് അലമ്പാക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ അതിന്റേതായ രീതിയിൽ കറക്റ്റ് കൊടുത്തു പോയിട്ടുണ്ട്. കറക്റ്റ് ക്യാരക്ടർ കിട്ടിയത് അണയോന്ന് വിചാരിച്ച് പറ്റിയിട്ടുള്ള മൊമെന്റ്സ് ഇൻഡസ്ട്രി മൊത്തം ഉണ്ട്. അടിപൊളിയാണ്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അടിപൊളി. നമ്മളിപ്പം FDFS വെച്ച് നമുക്കൊരു പ്യൂർ വാച്ച്. ഞാൻ ട്രെയിലർ അങ്ങനെ കണ്ടില്ല കേട്ടോ, ഞാൻ ടീച്ചർ മാത്രമേ ഞാൻ ട്രെയിലർ കണ്ടില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മള് വിചാരിച്ച പോലെ അല്ല, ഒരിക്കലും അല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോയ ഒരു കഥ ഞാൻ ഒന്നും കൂടെ കിട്ടിയ കാണില്ല കേട്ടോ. ഞാൻ ഒന്നും കൂടെ തീർച്ചയായിട്ടും പിന്നെ കാണാൻ പറ്റും. അടിപൊളി പടമാണ്. എന്തായാലും മസ്റ്റ് തിയേറ്ററിൽ വാച്ച് എന്ന് തന്നെ പറയും. എല്ലാം ടെക്നിക്കലി ബ്രില്യന്റ്. കാരണം BGM എല്ലാം ഒരേ കണക്ക് പെർഫോം ചെയ്യണം. അതായത് സ്ക്രീൻ പ്ലേ അതേ കണക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആ ഒരു ഡയറക്ഷൻ ആയാലും ഓരോ ഫ്രെയിം വെക്കുന്നതായാലും ആ എഡിറ്റിംഗ് ആയാലും അഭിനയിക്കുന്ന എല്ലാവരും ഒരേപോലെ നിന്ന് മാത്രമേ. എനിക്കിപ്പോഴും സ്വർണ്ണപ്പല്ല് വെച്ച താത്താനാണ് എന്റെ മൈൻഡിൽ ഇരിക്കുന്നത്. നിങ്ങൾ സ്വർണ്ണപ്പല്ല് വെച്ച താത്താൻ അത്ര പറയാൻ പറ്റുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. കാരണം പുള്ളിയുടെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യും. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഒരു പാറ തുറന്ന് ഒരു പുള്ളി ഇങ്ങനെ വരും, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ലുക്ക് വൈസ് ആണെങ്കിൽ അടിപൊളിയായ ലുക്കായിരുന്നു അല്ലേ? ആ ഒരു അത് വിഷയ ലുക്ക് തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി പടമാണ്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ റിയലി ലൈക്ക് മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. അതായത് നമ്മളിപ്പം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കാണാനൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഹൃദയപൂർവ്വം കണ്ടിട്ട് അടുത്ത ഇനി ഒന്നും കൂടെ ഞാൻ ഇത് പോയി കാണാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് പിന്നെ പൈസ കൊടുത്ത് കാണാൻ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണപ്പല്ല് വെച്ച മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. അപ്പൊ ശരി, അപ്പം സൈനിങ് ഓഫ് അഫ്സൽ മസ്താൻ. ഓക്കെ.